പുതിയ പദ്ധതികളൊന്നും പ്രഖ്യാപിക്കാതെയാണ് UDF സർക്കാരിന്റെ ശേഷിക്കുന്ന 2 വർഷത്തെ കർമ്മപരിപാടികൾ മുഖ്യമന്ത്രി അവതരിപ്പിച്ചത്. സർക്കാരിന്റെ ശേഷിക്കുന്ന 676 ദിവസങ്ങളിൽ നടപ്പിലാക്കുന്ന പദ്ധതികൾ മിഷൻ 676 എന്ന പേരിൽ അറിയപ്പെടും. പ്രധാനപ്പെട്ട പദ്ധതികളെല്ലാം നവരത്ന എന്ന പേരിൽ നടപ്പിലാക്കും. കൊച്ചി മെട്രോ, വിഴിഞ്ഞം തുറമുഖം, സ്മാർട്ട് സിറ്റി, കണ്ണൂർ വിമാനത്താവളം, ദേശീയ ജലപാത, കോഴിക്കോട് തിരുവനന്തപുരം മോണോറെയിൽ അടക്കമുള്ള പദ്ധതികളാണ് നവരത്നയിൽ ഉൾപ്പെടുന്നത്. 30 പദ്ധതികൾ വികസന, ക്ഷേമ, സേവന ദൗത്യങ്ങൾ എന്ന പേരിൽ നടപ്പിലാക്കും. ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർക്കായിരിക്കും ഇതിന്റെ നേതൃത്വം. സർക്കാർ സേവനങ്ങൾ വേഗത്തിലും കാര്യക്ഷമവുമാക്കാൻ 5 പദ്ധതികൾ നടപ്പിലാക്കും. നിലവിലുള്ള സേവനാവകാശ നിയമം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് പുറമെ റൈറ്റ് ടു ഹിയർ എന്ന പേരിൽ പുതിയ നിയമം നടപ്പിലാക്കും. ഒരു പുതിയ നിയമം നമ്മൾ കൊണ്ടുവരാൻ പോവുകയാണ്. ഒരു പരാതിക്കാരൻ പരാതിയായി വന്നാൽ അദ്ദേഹത്തെ കേൾക്കുന്നതിന് അദ്ദേഹത്തിനുള്ള അവകാശം, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥര്, മന്ത്രിമാര് ഒക്കെ കേൾക്കുന്നതിനുള്ള അവകാശം. ആസൂത്രണ ബോർഡിന്റെ കീഴിൽ 7 പദ്ധതികൾ നടപ്പിലാക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അടിസ്ഥാന സൗകര്യ വികസനത്തിന് ആക്കം കൂട്ടാൻ കേരള ഇൻഫ്രാസ്ട്രക്ചർ ബിൽ ആവിഷ്കരിക്കുമെന്നതാണ്. എന്നാൽ വിവാദ പദ്ധതികളായ അതിവേഗ റെയിൽപാത, എയർ കേരള, ആറന്മുള വിമാനത്താവളം എന്നീ പദ്ധതികളൊന്നും സർക്കാർ പദ്ധതികളിൽ ഇടം പിടിച്ചില്ല. അതിവേഗ റെയിൽവേ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ചില യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളാതെ മുന്നോട്ടു പോകാൻ കഴിയില്ല എന്നായിരുന്നു പ്രതികരണം. മീഡിയ 1 തിരുവനന്തപുരം.